ഹരി ഓം. ഖണ്ഡം 3. ഗിരിരാജഖണ്ഡം. അധ്യായം 4. ശ്രീകൃഷ്ണ അഭിഷേകം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: അഹങ്കാരം ശമിച്ച ഇന്ദ്രൻ ദേവഗണങ്ങളോടൊപ്പം വൃന്ദാവനത്തിലെ ഒരു ഏകാന്ത സ്ഥാനത്തെത്തി. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തിപൂർവ്വം നമസ്കരിച്ച ശേഷം സ്തുതികൾ സമർപ്പിച്ചുകൊണ്ട് താൻ ചെയ്ത അപരാധങ്ങൾ ക്ഷമിക്കണമേ എന്നു വിനയത്തോടെ പ്രാർത്ഥിച്ചു. തുടർന്ന് ഗോവർദ്ധന തടത്തിൽ വെച്ച് കാമധേനു ഭഗവാനെ ക്ഷീരാഭിഷേകം നടത്തി. ഐരാവതം ആകാശഗംഗാജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. ഋഷികളും വേദമാതാക്കളും ദേവഗണങ്ങളും ഗന്ധർവകിന്നരാദികളും ആനന്ദഭരിതരായി ശ്രീകൃഷ്ണ ഭഗവാനുമേൽ പുഷ്പങ്ങൾ വർഷിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിഷേകത്താൽ ഗോവർദ്ധന പർവ്വതം ഹർഷാതിരേകത്തിൽ ദ്രവീഭൂതമായി. അപ്പോൾ പരമപ്രസന്നനായ ഭഗവാൻ തന്റെ ഹസ്തമുദ്രയും പാദമുദ്രയും അതിന്മേൽ പതിപ്പിച്ചു. അവ രണ്ടും പരിപാവനമായ മഹാതീർത്ഥങ്ങളായി. ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിഷേകസ്നാനത്തിൽ നിന്ന് വീണ ആകാശഗംഗാജലം മാനസിഗംഗ എന്ന പേരിൽ പ്രസിദ്ധമായി. കാമധേനുവിന്റെ പാൽ കൊണ്ടു ഭഗവാനെ അഭിഷേകം ചെയ്ത സ്ഥലം ഗോവിന്ദകുണ്ഡം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ദിവ്യ തീർത്ഥങ്ങളിൽ ഭക്തിപൂർവ്വം സ്നാനം ചെയ്യുന്നവർ സകല പാപങ്ങളിൽ നിന്നും മുക്തരാകും. അനന്തരം എല്ലാവരും ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു. നിവേദ്യങ്ങളും ഉപഹാരങ്ങളും സമർപ്പിച്ച് ജയജയാരവങ്ങളോടെ പുഷ്പവർഷം നടത്തിയ ശേഷം അവർ സ്വർഗലോകത്തിലേക്ക് മടങ്ങിപ്പോയി. ആരാണോ ശ്രീകൃഷ്ണാഭിഷേകത്തിന്റെ ഈ വിവരണം ഭക്തിപൂർവ്വം ശ്രവിക്കുന്നത് അവർക്ക് 10 അശ്വമേധ യജ്ഞങ്ങളുടെ ഫലം ലഭിക്കുകയും തുടർന്ന് ഭഗവത്പ്രാപ്തി ഉണ്ടാകുകയും ചെയ്യും എന്ന് നാരദൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 4-ാം അധ്യായം സമാപിക്കുന്നു. ഇന്ദ്രൻ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ച പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഹരി ഓം. ത്വം ദേവദേവ പരമേശ്വര പ്രഭു പൂർണ്ണപുരാണ പുരുഷോത്തമോത്തമ പരാൽപരസ്ത്വം പ്രകൃതേ പരോ ഹരിർ മാം പാഹി പാഹി ദ്വിപദേ ജഗത്പദേ ദശാവതാരോ ഭഗവാൻ സ്വമേവ വിരക്ഷയാ ധർമ്മഗവാം സുദേശ്ച അദ്വൈവ ജാത പരിപൂർണദേവ കംസാദിദൈത്യേന്ദ്ര വിനാശനായ ത്വന്മായയാ മോഹിതചിത്തവൃത്തിം മദോദ്ധതം ഹേളനഭാജനം മാം പിതേവ പുത്രം ദ്വിപദേ ക്ഷമസ്വ പ്രസീദ ദേവേശ ജഗന്നിവാസ. ഓം നമോ ഗോവർദ്ധനോദ്ധരണായ ഗോവിന്ദായ ഗോകുലനിവാസായ ഗോപാലപദയേ ഗോപീജനഭർത്രേ ഗിരിരാജോർധത്രേ കരുണാനിധയേ ജഗദ്വിധയേ ജഗന്മംഗലായ ജഗന്നിവാസായ ജഗന്മോഹനായ കോടിമന്മഥമന്മഥായ വൃഷഭാനുസുതാവരായ ശ്രീനന്ദരാജകുലപ്രദീപായ ശ്രീകൃഷ്ണായ പരിപൂർണതമായ തുഭ്യമസംഖ്യബ്രഹ്മാണ്ഡപദയേ ഗോലോകധാമ നിഷണ്ണാധിപതയേ സ്വയം ഭഗവതേ സ്വബലായ നമസ്തേ നമസ്തേ.